all, welcome back to K2 CSE. ഇന്ന് സെക്യൂരിറ്റി ഇൻ കമ്പ്യൂട്ടിങ്ങിലെ സീസർ സിഫർ മെത്തേഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. വളരെ സിമ്പിളാണ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, എൻക്രിപ്റ്റ് ദ പ്ലെയിൻ ടെക്സ്റ്റ് ബാഗ് യൂസിങ് സീസർ സിഫർ വിത്ത് 3 ലെറ്റർ ഡൗൺവേർഡ്. എന്താണ് ബാഗ് എന്ന് പറയുന്ന ഒരു വാക്കിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യണം. ഏത് മെത്തേഡ് യൂസ് ചെയ്ത്? സീസർ സിഫർ വെച്ചിട്ടേ യൂസ് ചെയ്യാവുള്ളൂ. അതിലെന്താ 3 ലെറ്റർ ഡൗൺവേർഡ് ഇങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആൻസർ പാർട്ടിൽ എ മുതൽ ഇസഡ് വരെ എഴുതിയിട്ട് എക്ക് 0, ബിക്ക് 1, അങ്ങനെ ഇസഡിന് 25 ഇങ്ങനെ എഴുതി വയ്ക്കണം കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഉള്ള കാര്യം എടുത്തെഴുതണം. ഇവിടെ എന്താ തന്നേക്കുന്നത്? പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ബാഗാണ്. കീവേഡ് എന്ന് പറയുന്നത് ഈ 3 ലെറ്റർ ഡൗൺവേർഡ്, 4 ലെറ്റർ, 5 ലെറ്റർ അങ്ങനെ കൊടുക്കുന്നതിനെയാണ് കീവേഡ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി എൻക്രിപ്ഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത്, എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ? സൈഫർ ടെസ്റ്റ്. അതാണ് സി എന്ന് പറഞ്ഞ് നൊട്ടേറ്റ് ചെയ്യുന്നത്. സൈഫർ ടെസ്റ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ ഓഫ് കെ കോമ പി. കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കീവേഡ്, പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്. അതായത് പ്ലെയിൻ ടെക്സ്റ്റും കീവേഡും കൂടെ കൂട്ടിയിട്ട് അതിന് മോഡ് 26 എടുത്തു കഴിഞ്ഞാൽ എൻക്രിപ്റ്റഡ് വാല്യൂ കിട്ടും. ഓക്കെ, അതായത് എങ്ങനെയാണ് പറഞ്ഞത്? ഇപ്പോൾ നമുക്ക് ഓരോന്നിട്ട് നോക്കാം. അപ്പോൾ ബീനെ നമുക്ക് ആദ്യം എൻക്രിപ്റ്റ് ചെയ്യാം. ബീനെ എൻക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഇവിടുത്തെ പ്ലെയിൻ ടെസ്റ്റും കീവേഡും കൂടെ കൂട്ടി മോഡ് 26 ചെയ്യണം. ഇവിടുത്തെ പ്ലെയിൻ ടെസ്റ്റ് ബി ആണ്. ബി എന്ന് പറയുമ്പോൾ ബിയുടെ വാല്യൂ എത്രയാണ്? 1. ആ 1 പ്ലസ് ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് എത്രയാണ്? 3. 1 + 3 മോഡ് 26, അതായത് 4 മോഡ് 26. 4 മോഡ് 26ൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് കാൽക്കുലേറ്ററിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ 4 മോഡ് 26 കാണാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 4നെ 26 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഈ ഡെസിമലിന് ഇപ്പുറം കിടക്കുന്ന പാർട്ടിൽ ഈ ഹോൾ നമ്പർ പാർട്ട്, ആ പാർട്ട് ഓർത്ത് വയ്ക്കണം. എത്രയാ? 0യാ. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ 4ൽ നിന്ന് 0 കുറച്ചിട്ട് അതേ ഇൻറ്റു നമ്മുടെ 26 ചെയ്യണം. അപ്പോൾ എത്ര? 4 മോഡ് 26ൻ്റെ വാല്യൂ കിട്ടും, അതായത് 4. അങ്ങനെയാണ് ഈ 4 കിട്ടിയിരിക്കുന്നത്. ഇനി 4 എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ലെറ്റർ വാല്യൂ ഏതാ? ഇ. അപ്പോൾ ബിയുടെ കറസ്പോണ്ടിങ് എൻക്രിപ്റ്റ് ചെയ്ത വാല്യൂ ഇ എന്ന് കിട്ടി. ഇനി എയുടെ എൻക്രിപ്റ്റ്, അതായത് ബാഗിൻ്റെ എയുടെ എൻക്രിപ്ഷൻ കണ്ടുപിടിക്കാൻ അതിൻ്റെ ഫോർമുല എന്താ? പ്ലെയിൻ ടെസ്റ്റും കീവേഡും കൂടെ കൂട്ടി മോഡ് 26 ചെയ്യണം. അവിടുത്തെ പ്ലെയിൻ ടെസ്റ്റ് എ ആണ്. അപ്പോൾ എയുടെ വാല്യൂ 0 ആണ്. 0 പ്ലസ് കീവേഡ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ലെറ്റർ ഡൗൺവേർഡ് ആണ്. അപ്പോൾ 3. അപ്പോൾ 0 + 3 മോഡ് 26, അതായത് എത്ര വരും? 3 മോഡ് 26. അത് നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യാം. അതിനെന്ത് ചെയ്യണം? ആദ്യം 3നെ 26 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അവിടുത്തെ ഹോൾ പാർട്ടിൽ കിട്ടിയത് 0 ആണ്. അത് ഓർത്ത് വെച്ചിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? 3ൽ നിന്ന് 0 കുറച്ച് 26 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 3 മോഡ് 26ൻ്റെ വാല്യൂ ആയ എത്രയെന്ന് കിട്ടും? 3 മോഡ് 26 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 എന്ന് പറയുന്നത് എന്തുവാ? ഡി ആണ്. അങ്ങനെയാണ് ഡി എഴുതിയത്. ഇതേപടി ബാഗിൻ്റെ ജിയും ചെയ്യണം. അപ്പോൾ എൻക്രിപ്ഷൻ ഓക്കെ ആയി. ഇനി ഡീക്രിപ്റ്റ് ചെയ്യുന്ന ഫോർമുല, ഡീക്രിപ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ? പ്ലെയിൻ ടെസ്റ്റ് ആണ്. പ്ലെയിൻ ടെസ്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ഡീക്രിപ്ഷൻ ഓഫ് കീ കോമ സൈഫർ ടെസ്റ്റ്. അതായത് എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടിയ സൈഫർ ടെസ്റ്റും കീയും തമ്മിൽ ഡീക്രിപ്റ്റ് ചെയ്യുമ്പോഴാണ് ഡീക്രിപ്ഷൻ കിട്ടുന്നത്, പ്ലെയിൻ ടെസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഡീക്രിപ്ഷൻ ചെയ്യാനുള്ള ഫോർമുല ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ സൈഫർ ടെസ്റ്റ് ചെയ്യുന്ന കീവേഡ് കുറച്ചിട്ട് മോഡ് 26 കിട്ടണം. അപ്പോൾ ഫസ്റ്റ് സൈഫർ ടെസ്റ്റ് ബിയുടെ കറസ്പോണ്ടിങ് ഇ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എൻക്രിപ്റ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഡീക്രിപ്ഷനും കൂടെ ചെയ്തതേ ഉള്ളൂ. സോ ഈ എങ്ങനെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പം C - K ഇൻറ്റു മോഡ് 26 ആണ്. ഇപ്പോൾ സി എന്ന് പറയുന്നത് സൈഫർ ടെസ്റ്റ്. പിയുടെ കറസ്പോണ്ടിങ് വാല്യൂ എത്രയാണ്? 4 മൈനസ് 3, 3 കീവേഡ് ഇൻറ്റു മോഡ് 26. 4 - 3 1 മോഡ് 26. അത് കാൽക്കുലേറ്റർ ചെയ്യാം. എങ്ങനെ ചെയ്യുന്നത്? 1നെ ആദ്യം 26 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ ഹോൾ പാർട്ടി കിട്ടുന്ന ആൻസർ മാത്രം നോക്കിയിരിക്കുക. 0 ദെൻ 1 - 0 ഇൻറ്റു 26. അപ്പം നമുക്ക് എത്ര കിട്ടും? ആ വാല്യൂ കിട്ടും. അങ്ങനെ 1 എന്ന് കിട്ടി. 1 എന്ന് പറയുന്നത് എന്തുവാ? ബി ആണ്. അടുത്ത് നമുക്ക് ഡിനെ ഡീക്രിപ്റ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ്? C - K ഇൻറ്റു മോഡ് 26. അവിടുത്തെ സൈഫർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഡി ആണ്. ഡിയുടെ വാല്യൂ എത്രയാണ്? 3 ആണ്. 3 - 3 ആണ് കീവേഡ് ഇൻറ്റു മോഡ് 26. 0 മോഡ് 26. അത് ചെയ്യുമ്പോൾ 0 എന്ന് വരും. 0 എന്ന് പറയുന്നത് എ ആണ്. ഇതേ പടിയാണ് ജിയും ചെയ്തത്. സോ ഇത്രയേ ഉള്ളൂ സീസർ സിഫർ.